ഹലോ കൂട്ടുകാരെ, നമുക്ക് ഒരു അടിപൊളി യാത്ര പോകാം. നമ്മൾ ഇച്ചിരി നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് പുറത്ത് വെച്ചിട്ടൊരു ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ പോകുന്നതിൻ്റെ തിരക്കുമൊക്കെ ആയിട്ട് ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ നമ്മുടെ ഇടുക്കി രാജകുമാരിയിൽ നിന്നും വണ്ടർല വരെ ഒന്ന് പോവുകയാണ്. ഞാനും ദക്ഷും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏതൊക്കെ റൈഡിൽ കയറും എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ആകെ എക്സൈറ്റഡ് ആണ് കേട്ടോ. ഹാപ്പി ആയിട്ട് പോകാനായിട്ട് തീരുമാനിച്ചതാണ് നമ്മളപ്പോൾ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ നേരം വെളുത്ത് വരുന്ന ആ ഒരു സമയമാണ്. നമ്മൾ രാജകുമാരി കഴിഞ്ഞു, രാജക്കാട് എത്തി. രാജക്കാട് നിന്ന് അടിമാലി പോകുന്ന റൂട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോന്ന് ഏകദേശം അടിമാലിയൊക്കെ കഴിഞ്ഞ് നേരിമംഗലം വന്നു കഴിഞ്ഞപ്പം വണ്ടി ഒന്ന് സൈഡ് നിർത്തിയപ്പോൾ അതാ ഇവിടെ ഒരു മരത്തിൽ ഒരു മല എണ്ണാനുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷെ നമ്മളങ്ങോട്ട് ചെല്ലുന്നതിനനുസരിച്ച് പുള്ളിക്കാരൻ മുകളിലോട്ട് കയറിപ്പോയി. അത് കാരണം കാണിച്ചു തരാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരിമംഗലം കാട്ടിലൂടെയാണ് യാത്ര. പക്ഷേ നേരിമംഗലം കാട്ടിൽ കൂടെ യാത്ര ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്താണ് ഏറ്റവും നന്നായിട്ട് നല്ല കാഴ്ചകളൊക്കെ. വേനൽക്കാലം ആയതുകൊണ്ട് എല്ലായിടവും ഉണങ്ങി കരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലൊക്കെ രസം, ഞങ്ങൾ രണ്ടുപേരും വണ്ടിയുടെ ഏറ്റവും ഫ്രണ്ടിലാണ്. ഞങ്ങൾ വൊമിറ്റ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ആഘോഷമായിട്ട് രണ്ടുപേരും കൂടി ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരുന്ന് വീഡിയോയൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് പോകുക. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഏകദേശം നേരിമംഗലത്ത് ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം സമയം. പിന്നെ എന്താ പറയുക, നേരിമംഗലത്ത് വന്നപ്പോൾ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു കേട്ടോ. ഞാൻ ദക്ഷുവിനോടൊപ്പം പറഞ്ഞു ദക്ഷുവിൻ്റെ കൂട്ടുകാരാണെന്ന്. പക്ഷേ അവനെന്നാലും എന്നോട് പറഞ്ഞു അല്ല അത് എൻ്റെ കൂട്ടുകാരാണെന്നാണ് പറഞ്ഞത്. എന്തായാലും അടിപൊളി യാത്രയാണ്. നമ്മുടെ വണ്ടി ഓടിക്കുന്ന സാരഥി നല്ല അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. എന്താ പറയുക, വോമിറ്റിംഗ് ടെൻഡൻസി ഒന്നുമില്ല. കാരണം സാധാരണ ഞങ്ങൾക്ക് എവിടെ പോയാലും വോമിറ്റ് ചെയ്ത് ഞങ്ങളൊരു പാരിവുമാകും. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണോ എന്തോ ഞങ്ങളും ഹാപ്പിയാണ്. അത്ര എത്തി നമ്മളിതായിപ്പം നേര്യമംഗലം പാലത്തേലോട്ട് കയറുവാണ്. ഹൈ റേഞ്ചിൻ്റെ കവാടമാണ്. നമ്മൾ കണ്ടോ, ചില ട്രാവലറൊക്കെ മൂന്നാർ കാണാനായിരിക്കും ഇവരൊക്കെ രാവിലെ പോകുന്നു. ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, എല്ലാവർക്കും അവധി ദിവസമായത് കാരണം എല്ലാവരും നമ്മുടെ ഹൈ റേഞ്ച് കാണാൻ വരുമ്പം ഞങ്ങൾ ഹൈ റേഞ്ചിൽ നിന്നിറങ്ങി നേരെ നമ്മുടെ വണ്ടർലേ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. അപ്പം നേരിമംഗലം പാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുക്കിക്കാർക്കൊക്കെ ഒരു ഹരമാണല്ലേ. അത് എന്താ പറയുക, ആ ഒരു ഫീലിംഗ് അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരിമംഗലം പാലത്തേലോട്ട് എത്തി. അപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് നേരിമംഗലത്ത് നിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണമാകുമെന്ന്. കണ്ടോ നമ്മുടെ പാലം, നല്ലൊരു രാജ്ഞി പോലെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പാലം. സൂപ്പർ കാഴ്ചകളല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ ബാഗ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ലേ. പക്ഷെ ഞാൻ ഇപ്പോഴാട്ടോ അത് ശ്രദ്ധിക്കുന്നത്, വീഡിയോയ്ക്കകത്താണ് ഞാൻ നമ്മുടെ ബാഗ് അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം. സബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മളിങ്ങനെ ഒരു ചാനലുണ്ട് എന്നൊക്കെ എല്ലാവരും അറിയുള്ളൂ. ഇപ്പം നമ്മൾ നേരിമംഗലത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അടുത്ത് നമ്മളിതാ വണ്ടർല എത്തി. വണ്ടർല എന്നുള്ളൊരു ബോർഡ് കണ്ടു. സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. അവർ കയറിപ്പോരെ എന്നൊക്കെ പറഞ്ഞു. കൈയൊക്കെ കൂപ്പിയായിരുന്നു എങ്ങനെയാകും എന്നൊക്കെ അറിയാൻ വേണ്ടി. അവൻ നല്ല ഹാപ്പിയാണ്. കണ്ടോ, ആരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ശരിക്കും ഇവിടെ വന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലുണ്ടല്ലോ, ഫസ്റ്റത്തെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഇത് നമ്മൾ നേരെ പിന്നെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും അമ്യൂസ്മെൻറ്റ് പാർക്കിലോട്ടാണ് വന്നത്. അവിടെ ഒരു 6 മിനിറ്റോളം ഉള്ള ഒരു ഫിലിം ഉണ്ട്. ഞാനും ദക്ഷും കയറിയില്ല, ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ്. അത് കാരണം ഞാനും ദക്ഷും കയറിയില്ല, ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം കയറി. പിന്നെ നമ്മൾ പോയിട്ട് അടിപൊളി ഒരു റൈഡിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കൂടെ വന്ന പിള്ളേർ 2-3 പേര് ഇതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊന്നും കയറുന്നില്ല, ഞാനും ദക്ഷു എന്തായാലും കയറുന്നില്ല, ഞങ്ങൾക്ക് പേടിയാണേ.
അടിപൊളിയായിട്ട് നല്ല രസം, എല്ലാവരും വരണം. അടിപൊളി. വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇന്ന്. അത് കാരണം ക്യൂ ഒന്നും നിൽക്കേണ്ട, എല്ലാ റൈഡിലും കയറാൻ പറ്റുന്നുണ്ട്. കണ്ടോ, തമ്പുരു, ഉണ്ണിമോളെ, ആര്യൻ, അവരൊക്കെ അവരൊക്കെ എല്ലാ റൈഡിലും കയറാൻ വേണ്ടി വന്നേക്കുന്നത്. പിന്നെ എൻ്റെ ദക്ഷുവിന് കയറാൻ പറ്റിയ ഒരു കൂക്കു തീവണ്ടി വന്നിട്ടുണ്ട്. അവൻ ആഘോഷമായിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലിരുന്ന് ഡ്രൈവ് ചെയ്ത് വണ്ടി ഓടിക്കുവാണ്. അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തി വേറെ ആളെ കയറ്റാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. ഇപ്പോൾ വണ്ടി എടുക്കും. വണ്ടി രക്ഷു കേട്ടോ ഡ്രൈവർ. അവൻ ഹാപ്പി ആയിട്ട് അപ്പം നമ്മുടെ കുക്കു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കും ഇതിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്നെ കയറ്റിയില്ല. അവിടെ കാല് വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കാരണം എന്നെ കയറ്റിയില്ല. അല്ല ഞാനും കയറിയാണ്. ഇങ്ങനത്തെ ഇതിലേക്കാണ് പേടിക്കണ്ടല്ലോ. പക്ഷെ എന്താ പറയുക, നമ്മളെ കയറ്റില്ലല്ലോ. ഇതിപ്പോൾ അവൻ കയറുന്നത്തെ എനിക്കും കയറാൻ പറ്റിയല്ല, എനിക്ക് കയറുന്നത്തെ അവനും കയറാൻ പറ്റിയല്ല. വന്ന് ഞങ്ങൾ ഒരു റൈഡിലും കയറത്തുമില്ല. അതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. എനിക്കാണ് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ചെറിയ റൈഡിലൊക്കെ കയറണമെന്ന്. അതാണ്, പേടിക്കൊന്നും വേണ്ടല്ലോ. ഇത് കണ്ടോ, എൻ്റെ അമ്മോ, തല കുത്തനെ വെച്ച് എങ്ങനെ അതിനകത്ത് ഇരിക്കുന്നവരൊക്കെ ഇരിക്കുമല്ലേ. ഓ, സമ്മതിക്കണം എൻ്റെ അമ്മോ. ഞാനൊക്കെയാണ് വല്ല അറ്റാക്ക് വരും. അത്ര പേടിയാണ്. പക്ഷെ കൊള്ളാം. നമ്മൾ വണ്ടർല കാണാൻ പോയതായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. എല്ലാ റൈഡുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞങ്ങൾ വരും എല്ലാ റൈഡിലും കയറാൻ വേണ്ടിയിട്ട്. കണ്ടോ, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. അതിനകത്ത് ഇരിക്കുന്നവരൊക്കെ ശ്വാസം വിടുന്നുണ്ടോയെന്ന് തമ്പുരാനറിയാം. അടിപൊളി. ഇത് കണ്ടോ, അടുത്ത ഒരു സംഭവം. ഇതിൽ അമ്മമാരൊക്കെ കണ്ടോ, അമ്മമാരൊക്കെ റൈഡിലൊക്കെ കയറാൻ റെഡി ആയിട്ടാട്ടോ വന്നേക്കുന്നത്. കണ്ടോ, കൈയൊക്കെ പൊക്കി പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രായമൊന്നും ഒരു ഇതല്ല, ഞങ്ങളെല്ലാ റൈഡിലും കയറും, ആസ്വദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മമാരൊക്കെ വന്നേക്കുന്നത് നമ്മുടെ കൂടെ. ഇതിലും നമ്മുടെ കൂടെ വന്ന് പിള്ളേരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കറങ്ങുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ഇതിലും നമ്മുടെ കൂടെ വന്നേക്കുന്ന പിള്ളേരുണ്ട്. നമ്മുടെ പിള്ളേർ ഇതിൽ കയറിയിട്ടുണ്ട്. അവരാണ് അതിൽ നിൽക്കുന്നത്. നല്ല രസമാണ്. ഞാനാണെങ്കിൽ ഒരു റൈഡിൽ കയറിയിട്ട് സ്റ്റാർട്ടാക്കാൻ നേരം ഇറങ്ങിയും പോന്നു. എനിക്ക് പേടിയായി. അല്ലെങ്കിൽ എനിക്ക് ഇപ്പം തോന്നും കേട്ടോ അതിലൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു കയറാമെന്ന്. പക്ഷെ എന്നാ ചെയ്യാനാ, ഞാനൊക്കെ കയറിയിട്ട് ഇറങ്ങിപ്പോന്നു പേടിച്ചിട്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ, ഇവിടെ ഒരു ആനക്കുട്ടൻ. ഇപ്പോഴോ അവിടെ ഉണ്ടായിരുന്നു. 60 ഒരുപോലെ എന്ന് പറഞ്ഞ പോലെ രണ്ടമ്മമാരും കൂടെ വന്ന് എല്ലാ കാഴ്ചകളും ഒക്കെ കണ്ട് നടക്കണത്. ഇത് വലിയ ആൾക്കാർക്കൊക്കെ കയറാൻ പറ്റി. ഇച്ചിരി ഹൈറ്റുള്ള സംഭവമാണ്. വലിയ സ്പീഡിലൊന്നും അല്ല ഇത് പോകുന്നത്, പതുക്കെയാണ് പോകുന്നത്. നമുക്ക് ഹൈറ്റ് പേടിയില്ലാത്തവർക്കൊക്കെ ഇതിൽ കയറാം. നമ്മുടെ കൂടെയുള്ള അച്ഛയും മനോജ് ചേട്ടനും അവർ കുറച്ച് പേരൊക്കെ കയറാൻ പോയിട്ടുണ്ട്. ഉണ്ണിമോള്, തമ്പുരു, പിള്ളേരെല്ലാവരും കയറാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഇതിൽ റൈഡിലൊക്കെ കയറാൻ പോയപ്പോൾ ഞാനും ദക്ഷു അമ്മയും കൂടെ ഇവിടെ വീഡിയോയും എടുത്ത് ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇരിക്കുവാണ്. പിന്നെ നമുക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നു. അടുത്ത റൈഡ്. ശരിക്കും ഇതിൽ കയറണമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വന്നേ, പക്ഷെ എന്നെ ദക്ഷു കയറ്റിയില്ല. അത് കാരണം ഞാൻ നിന്നു. പക്ഷെ അമ്മമാർ കയറിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് പോകുന്നുണ്ടോ, കുഞ്ഞൊക്കെ കണ്ടോ, ഒരാൾ കണ്ണ് ഇറുക്കി അടച്ചിരിക്കുന്നത്. മനോജ് ചേട്ടനും ആശേച്ചിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ മനോജ് ചേട്ടൻ എൻ്റെ അമ്മ എന്താണോ കണ്ണ് ഇറുങ്ങിയിരിക്കുന്നത്. കണ്ടോ അമ്മ പോകുന്നത്. ഞങ്ങളുടെ അച്ഛൻ അമ്മയും കൂടെയാണ് ഒരേ റൈഡിലിരിക്കുന്നത്. അമ്മ ഹാപ്പിയാണ്, എനിക്ക് പേടിയൊന്നുമില്ല. കണ്ടില്ലേ, അടിപൊളിയായിട്ടിരിപ്പുണ്ട്. പിന്നെ ആരാ നമ്മുടെ കൂടെ വന്നതിലുള്ളത്? ആശേച്ചി മനോജേട്ടൻ കണ്ണേ തുറക്കുന്നില്ല, കണ്ണ് ഇറുക്കിയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇരിക്കുന്നത് നല്ല സ്പീഡിലാണ് വരുന്നത്. കാരണം അങ്ങനെ നമുക്കൊട്ട് കാണാനും പറ്റുന്നില്ല. കുഞ്ഞിരിക്കുന്നുണ്ടോ, കുഞ്ഞ് തലയും താത്തി കണ്ണും ഇറുക്കി അടച്ചിരിക്കുക. തമ്പുരൊന്നും കുഴപ്പമൊന്നുമില്ല, അവൻ ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ ദക്ഷുവിനോട് പറഞ്ഞ ദക്ഷു നമുക്കും ഇതൊക്കെ കയറാമെന്ന്. എവിടെ, അവന് പേടി. എനിക്ക് തോന്നുന്നു അവൻ്റെ പേടി ഇതെല്ലാം കൂടെ കൂട്ടിയിരിക്കുമെന്നൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അവനാണെങ്കിൽ എന്നെ ഒട്ട് കയറ്റിയില്ല. സാരയില്ല, അവൻ പറഞ്ഞേക്കുന്ന വാട്ടർ റൈഡിലൊക്കെ കയറാമെന്ന്.
എന്തേലും ആവട്ടെ, ഉള്ളതിൽ കയറാം. നമ്മളെല്ലാവരും വണ്ടർലയിലാണ്. ഞങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കും. ഞങ്ങൾ ഒന്നിലും കയറിയല്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാത്തിലും കാണും. ഒന്നിലും കയറില്ല. പിന്നെ വാട്ടർ റൈഡിൽ കയറും കേട്ടോ. ഞങ്ങൾ വാട്ടർ റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നിലും ഞാനും എൻ്റെ രക്ഷ കയറുന്നതിലും ഞാൻ കയറുള്ളൂ. അമ്മ അവിടെ എല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ബാക്കി അതിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരൊക്കെ ജസ്റ്റ് എന്താണെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ നിൽപ്പുണ്ട്. പിന്നെ ഇത് വലിയ സ്പീഡൊന്നും ഉള്ള റൈഡല്ല കേട്ടോ, ചെറിയൊരു റൈഡാണ്. ചെറുതായിട്ട് ഇങ്ങനെ ആകുന്നുള്ളൂ. ഇതിൽ വേണേൽ നമുക്ക് എല്ലാവർക്കും പ്രായമായവർക്കോ ഒക്കെ കയറാം, പേടിക്കാനൊന്നുമില്ല. നല്ല അടിപൊളി ഒരു റൈഡാണ്, പേടിക്കണ്ട. പേടിയുള്ളവർക്കൊക്കെ പറ്റിയൊരു കുഞ്ഞ് റൈഡാണ്. പിന്നെ ഉണ്ടല്ലോ ഇതിനകത്ത് റോളർ സ്കേറ്ററോ അങ്ങനെയുള്ള 1-2 സാധനങ്ങളൊന്നും ഇന്ന് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. കാരണം അതെന്തോ പെയിൻറ്റിങ്ങോ അങ്ങനെയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ആയിട്ട് നിർത്തി വച്ചേക്കുമായിരുന്നു. അതൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. കാരണം വലിയൊരു ആശ്വാസമുണ്ട്, വലിയൊരു റൈഡൊന്നും ഉണ്ടായില്ല. പിന്നെ വന്നിട്ട് ഇതാ കണ്ടോ, എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല കേട്ടോ ഇതിലൊന്നും. അങ്ങനെ തൽക്കാലം നമ്മൾ വീഡിയോ ഒരു ലോങ് വീഡിയോ ആകും എന്നുള്ളത് കൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. എല്ലാവരും നമ്മൾ അടുത്ത പാട്ട് വാട്ടർ റൈഡ് കാര്യങ്ങളൊക്കെയാണ്, അടിപൊളിയാണ്. അതിനകത്ത് ഞാനും ദക്ഷ എല്ലാത്തിലും തന്നെ കയറുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേയിലിടാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.